എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് മറ്റ് വണ്ടികളെ കൺട്രോൾ ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മറ്റ് വണ്ടികളെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെ വണ്ടി കൺട്രോൾ ചെയ്താൽ പോലെ മറ്റുള്ള വണ്ടീനെ എന്തിനാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. ചില സമയങ്ങളിൽ നമുക്ക് മറ്റുള്ള വണ്ടികളെ കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ റണ്ണിങ്ങിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടുന്ന് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു, ഫസ്റ്റ് ഗിയർ ആക്കി, ഇവിടുന്ന് യൂ ടേൺ എടുത്തിട്ടാണ് പോകുന്നത്. സ്വാഭാവികമായിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. ബാക്കിലൊക്കെ വണ്ടി വരുന്നുണ്ട്. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ബാക്കിൽ ഒരുപാട് വണ്ടികളുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടികളുണ്ട്. ഇതാ ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ടാണ് ഞാൻ യൂ ടേൺ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ബാക്കിൽ ക്ലിയറാണ്, വണ്ടികളൊന്നുമില്ല. ഞാൻ പതിയെ ഇതാ ഹാഫ് ക്ലച്ച് ആക്കി ബ്രേക്ക് റിലീസ് ചെയ്തു. ഇതാ പതിയെ പോകുന്നു. പ്രാക്ടിക്കലി നോക്കി വണ്ടി ഉണ്ടോയെന്ന്. വണ്ടി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി ഞാൻ ഇതാ പതിയെ യൂ ടേൺ എടുക്കുന്നു. വണ്ടിയിൽ നിങ്ങൾ ഇങ്ങനെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് യൂ ടേൺ എടുക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെ നമ്മൾ പിന്നെ പോകുന്ന സമയത്ത് എതിരെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റൈറ്റിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു വണ്ടീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇപ്പോൾ ഇതാ ഒരു ഫ്രണ്ടിൽ ഒരു വണ്ടി വരുന്നു. ഞാനിപ്പോൾ ഇതാ ഫ്ലിപ്പ് അടിച്ചു. ഇങ്ങനെ എന്തിനാണ് ഞാനിപ്പോൾ ഫ്ലിപ്പ് അടിച്ചത്? ഫ്ലിപ്പ് അടിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലിപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിങ്ങനെ മുകളിലേക്ക് ആക്കുന്നതാണ് ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇങ്ങനെ ഫ്ലിപ്പ് അടിച്ച് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്ന രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇതായിപ്പം എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ട് എന്ന രീതിയിൽ നമ്മളിപ്പം ഫ്ലിപ്പ് അടിച്ച് കാണിക്കുന്നവരെ. അപ്പോൾ അവർ മനസ്സിലാക്കും ബുദ്ധിമുട്ടുണ്ട് എന്ന്. അടിക്കുന്ന സമയത്ത് അവരെന്തായാലും ശ്രദ്ധിക്കും, നമ്മളെ വണ്ടീനെ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ എൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് നിങ്ങൾ ശരിക്കും അവരോട് ചോദിക്കുന്നത്. ഇപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി ഉണ്ടെങ്കിൽ അവരുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി അവിടെ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ആ മറ്റ് വണ്ടിയെ, അതായത് എതിരെ വരുന്ന വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്തത്. സ്വാഭാവികമായിട്ടും അവർ വണ്ടി കൺട്രോൾ ആക്കുകയും ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഫ്ലിപ്പ് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ കൺട്രോൾ ആക്കും. ഇനി നിങ്ങൾ പിന്നെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തു, റൈറ്റിലെ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ റൈറ്റ് ടേൺ ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ നിങ്ങൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തൊട്ട് ബാക്കിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയെ നിങ്ങൾ ആക്ച്വലി കൺട്രോൾ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? നിങ്ങളുടെ ഇൻഡിക്കേറ്റർ കണ്ടിട്ട് അവരുടെ വണ്ടി കൺട്രോൾ ആക്കും. അപ്പോൾ നിങ്ങളൊരു ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റുള്ള വണ്ടികളെ കൺട്രോൾ ചെയ്യാൻ തന്നെയാണ് അവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൺട്രോൾ ചെയ്യുന്നത് പെട്ടെന്ന് പറ്റുമോ? ഇല്ല. അവിടെയാണ് നമ്മളുടെ ശ്രദ്ധ വേണ്ടത്. നിങ്ങൾ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, പെട്ടെന്ന് നിങ്ങൾ ഡൈവേർട്ട് ആകുന്നു, അല്ലെങ്കിൽ സൈഡിലേക്ക് തിരിയുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ വണ്ടീനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇൻഡയറക്റ്റ് ആയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ നേരത്തെ കൊടുത്തുകൊണ്ട് ബാക്കിലെ വണ്ടിക്കാരനെ മനസ്സിലാക്കിപ്പിക്കണം, ഞാൻ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിയാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു സമയത്ത് അയാളൊരു തീരുമാനം എടുക്കും, വണ്ടി സ്ലോ ആക്കണോ, അല്ലെങ്കിൽ റൈറ്റ് ടേൺ ആണ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റിലെ ഓവർടേക്ക് ചെയ്യണോ എന്നൊക്കെയുള്ള തീരുമാനം എടുക്കും. ആക്ച്വലി അതിനുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ മറ്റുള്ള വണ്ടി കൺട്രോൾ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തമായ ടൈം നിങ്ങൾ അയാൾക്ക് കൊടുത്തിരിക്കണം. അയാൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നിങ്ങളൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് ഒരു വണ്ടി കയറാൻ വേണ്ടി വരുന്നതെന്ന് വിചാരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫ്ലിപ്പ് അടിച്ച് കാണിച്ചു കൊടുക്കാം, ഒന്ന് ഹോൺ അടിക്കാം, അല്ലെങ്കിൽ വേഗത്തിൽ പോവുക. അവിടെ നിങ്ങൾ സ്ലോ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളവിടെ വളരെ സ്ലോ ആക്കി എന്ന് വിചാരിച്ചോ, വളരെ സ്ലോ ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാവും? ബാക്കിൽ നിന്നുള്ള വണ്ടി നിങ്ങളെ വണ്ടിക്ക് വന്നിട്ട് ഇടിച്ചിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവും. നിങ്ങൾ പെട്ടെന്ന് സ്ലോ ആക്കി കഴിഞ്ഞാൽ. നിങ്ങളങ്ങനെ സ്ലോ ആക്കി കഴിഞ്ഞാലോ, സൈഡിൽ നിന്ന് ആരെങ്കിലും കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ കയറുകയും ചെയ്യും. നിങ്ങൾ അവർക്ക് വേണ്ടി സ്ലോ ആക്കിയെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി ആ വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. എങ്ങനെ ശ്രമിക്കണം? നിങ്ങൾക്ക് ഫ്ലിപ്പ് അടിച്ച് കാണിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് സ്പീഡ് കുറക്കാതെ പോകാം. അവർ നോക്കും, നിങ്ങളുടെ സ്പീഡ് അവർ നോക്കും. ഞാൻ ഇങ്ങനെ എൻട്രി ചെയ്യുന്ന സമയത്ത് എതിരെ നിന്ന് വരുന്ന വണ്ടി എന്തെങ്കിലും തരത്തിലുള്ള സ്പീഡ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിഗ്നൽ അവർ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കും കയറുന്ന ആൾ. അപ്പോൾ നിങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യാം. എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇതേപോലെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ഫ്ലിപ്പ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൺ അടിച്ച് കേൾപ്പിക്കാം. സ്പീഡിൽ തന്നെ പോകാം, സ്പീഡ് കുറക്കാതെ. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള വണ്ടികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇതിനൊക്കെ വേണ്ടത് പ്രാക്ടീസാണ്.
ആ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും എത്ര ട്രാഫിക് ജാമിലും നിങ്ങൾക്ക് തിരിയാൻ പറ്റും, എങ്ങോട്ടേക്ക് വേണമെങ്കിലും തിരിയാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ധൈര്യം വേണം, ലൈറ്റ് അടിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇനിയിപ്പോൾ കൈ പുറത്തേക്ക് ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ശീലം പണ്ടൊക്കെ ഉണ്ട്, ഇപ്പം അങ്ങനെ ആരും അങ്ങനെയൊന്നും ചെയ്ത് കാണാറില്ല. ഹാൻഡ് സിഗ്നലൊക്കെ കൊടുക്കുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായ പ്ലാനിങ് ആണ്. അങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ പ്ലാനിങ് നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ഇപ്പോൾ റൈറ്റിലേക്ക് പെട്ടെന്ന് ടേൺ ചെയ്യണം, നിങ്ങൾ ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കണം. ആ വണ്ടിക്ക് മുമ്പിൽ വരുന്ന വണ്ടിക്ക് കാണിച്ചു കൊടുത്ത് അവരെ സ്പീഡ് കുറയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അല്ലാണ്ട് നിങ്ങൾ ലൈറ്റ് അടിച്ചോ അല്ലെങ്കിൽ ഞാൻ ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റ തിരിയാൻ പോകരുത്. നിങ്ങൾ നോക്കുക മറ്റുള്ള വണ്ടിയുടെ സ്പീഡ് കുറയുന്നുണ്ടോ. ഇനി ഇൻ കേസ് അവരെ സ്പീഡ് കുറക്കുന്നില്ല നിങ്ങൾ വിചാരിച്ചോ, നിങ്ങളിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് റൈറ്റിലേക്ക് ടേൺ ചെയ്യണം, എതിരെ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലോ ആക്കി അവിടെ നിർത്തുക. അതാണ് ഏറ്റവും നല്ലത്. ഒന്നിക്കൽ സ്ലോ ആക്കി പതിയെ പോവുക, അല്ലെങ്കിൽ അവിടെ നിർത്തുക. ഇനിയിപ്പോൾ നിങ്ങളുടെ റൈറ്റ് ടേൺ ഇവിടെയാണ്, നിങ്ങൾ അങ്ങ് കുറേ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും യൂ ടേൺ എടുത്ത് വരേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, അവിടെ നിർത്തേണ്ടി വരും. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് റൈറ്റ് ടേൺ എടുക്കണം, അതിന് കുറേ മുന്നേ നിങ്ങൾ പ്ലാൻ ചെയ്ത് സ്ലോ ആക്കി വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് റൈറ്റ് ടേൺ എടുക്കാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് നിങ്ങൾ ആ റൈറ്റ് ടേൺ എടുക്കേണ്ട സ്ഥലത്തു നിന്നാണ് പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റ് ടേൺ എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിലോ പറ്റില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നമ്മുടെ ബാക്ക് ഫ്രണ്ട് ഒക്കെ നോക്കി സാവകാശം ആക്കുക. അതായത് എനിക്ക് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അവിടെ എത്തുമ്പോഴേക്കും. ഒന്നിക്കൽ നിങ്ങൾ സ്പീഡ് കുറക്കുക അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുക, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവിടെ വണ്ടി നിർത്താതെ അവിടുന്ന് പതിയെ ടേൺ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതിന് നിങ്ങൾക്ക് പ്ലാനിങ് ആണ് വേണ്ടത്. റോഡിൽ പോകുന്ന സമയത്ത് മറ്റുള്ള വണ്ടികളെ നോക്കുക, എനിക്ക് അവിടുന്ന് ടേൺ ചെയ്യണം, എൻ്റെ ബാക്കിൽ വണ്ടി ഉണ്ടോ, എൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടോ. ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ അതെന്നെ ഇപ്പോൾ അതിൻ്റെ സ്പീഡ് നിങ്ങൾ നോക്കുക, എന്നെ പാസ്സാക്കി ഇപ്പോൾ പോകുന്നെങ്കിൽ നമ്മളെ വണ്ടി കുറച്ചൊന്ന് സ്ലോ ആക്കി കൊടുക്കുക, അവർ പോട്ടെ, എന്നാൽ പിന്നെ ബാക്കിൽ നിന്നുള്ള ബുദ്ധിമുട്ട് ഒഴിവായി. ഇനി ഫ്രണ്ടിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്കണം, ഫ്രണ്ടിലെ വണ്ടി ആക്ച്വലി നല്ല സ്പീഡിൽ വരുന്ന വണ്ടിയാണോ എന്നാൽ നമ്മൾ കുറച്ച് സ്ലോ ആക്കുക, അപ്പോൾ അവർ പോട്ടെ. അത് വളരെ മെല്ലെ വരുന്ന വണ്ടിയാണോ എന്നാൽ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടുക, എന്നിട്ട് നമ്മളെ ടേണിൻ്റെ അവിടേക്ക് എത്തിയിട്ട് പെട്ടെന്ന് ടേൺ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ നല്ല പ്ലാനിങ് വേണ്ട കാര്യമാണ്. നമുക്ക് മറ്റു വണ്ടികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതിന് വേണ്ടത് ധൈര്യം വേണം, അതേപോലെ തന്നെ നല്ലൊരു കൺട്രോൾ വണ്ടിയുടെ പുറത്ത് വേണം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ സ്പീഡ് കുറക്കാതെ പോയി കഴിഞ്ഞാൽ അവർ കയറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. ഇൻ കേസ് അവർ കയറ്റി കഴിഞ്ഞാലോ അവിടെ നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ഡ്രൈവിങ് പ്രാക്ടീസ് വേണം. നിങ്ങൾക്ക് വണ്ടി ചവിട്ടി നിർത്താൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ആക്സിഡൻറ്റ് ഒഴിവാക്കാനുള്ള കഴിവ് വേണം. ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ പ്രാക്ടീസാണ്. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ, എത്രത്തോളം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നോ, അത്രത്തോളം നിങ്ങൾക്ക് ഈ ഐഡിയാസ് അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ ഐഡിയ നിങ്ങൾക്ക് കിട്ടും തോറും നിങ്ങൾ അതൊക്കെ പ്രയോഗിക്കാൻ നോക്കുക. നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ വരും, അതൊക്കെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചെറിയ ട്രാഫിക്കിൽ ആദ്യം പരീക്ഷിച്ച് നോക്കുക. വണ്ടികളെ കൺട്രോൾ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന്. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു വണ്ടി റിവേഴ്സ് എടുക്കുന്നത്, ബാക്കിലൊരു പോസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അയാൾ ഇനി റിവേഴ്സ് എടുത്ത് ആ പോസ്റ്റിന് തട്ടുന്നു. നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളൊരു ശക്തമായിട്ട് ഹോൺ അടിക്കും. ആ ഹോൺ അടി മറ്റേ ഡ്രൈവർ കേൾക്കും. നിങ്ങൾ ആക്ച്വലി എന്താ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ മറ്റുള്ള വണ്ടിയെ കൺട്രോൾ ചെയ്യാനാണ് അവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹോൺ അടി കേട്ടിട്ട് അയാളൊന്ന് ശ്രദ്ധിക്കും, എന്തോ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ അയാൾ ബ്രേക്ക് ഔട്ട് നിർത്തും. ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു ആക്സിഡൻറ്റ് ചിലപ്പോൾ അവിടുന്ന് ഒഴിവാകും, അല്ലെങ്കിൽ അയാൾ നേരെ വന്നൊരു പോസ്റ്റിന് ഇടിച്ചേനെ. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ വണ്ടിയിൽ നിന്ന് ശ്രമിച്ചു. അതിനാണ് നിങ്ങൾ ഹോൺ അടിച്ചത്. മനസ്സിലായത് നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റുള്ള വണ്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൺ അടിച്ച് കാണിക്കാം. ഒരു വണ്ടി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൺ അടിക്കാം. ചെറുതായിട്ട് ഹോൺ അടിക്കുക. നിങ്ങളിപ്പോൾ ഒരു സ്കൂട്ടി നടുക്ക് തന്നെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഹോൺ അടിക്കാം. നോ ഹോൺ ഏരിയാസിലൊന്നും ഒരിക്കലും ഹോൺ അടിക്കരുത്. അതൊന്ന് ഓർമ്മയിൽ വെക്കുക കേട്ടോ. ചില സ്ഥലത്ത് ഹോൺ അടിക്കാൻ പാടില്ലാത്ത ഏരിയാസ് ഉണ്ട്, അവിടെ ഒന്നും ഹോൺ അടിക്കരുത്. ഹോൺ അടിക്കുന്നതിന് ഒരു മാന്യത വേണം, മാന്യമായിട്ട് ഹോൺ അടിക്കണം. വെറുതെ ഹോൺ അടിക്കരുത്. അതും ചില ആൾക്കുള്ള ഒരു ശീലമാണ്, വെറുതെ ഓവർടേക്ക് ചെയ്യുക, വെറുതെ ഹോൺ അടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. വെറുതെ ഫ്ലിപ്പ് അടിക്കുക. ഞാൻ ഇത് റൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റായിട്ട് കൊടുത്തു, കണ്ടില്ലേ, ഇത് ഓവർടേക്ക് ചെയ്ത് വന്നു. അപ്പോൾ ഈവൻ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് പോലും എതിരിൽ നിന്ന് വണ്ടികൾ ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുമോ. മറ്റുള്ള വണ്ടിയുടെ സ്പീഡ് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാണ്. ഇപ്പോൾ എതിരെ ഒരു വണ്ടി കണ്ടു, എനിക്ക് ഇവിടുന്ന് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, എത്ര വേഗം ആ വണ്ടി ഇങ്ങോട്ടേക്ക് എത്തും, അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. അത് ഫ്രണ്ടിൽ നിന്നായാലും പറ്റണം, ബാക്കിൽ നിന്നായാലും പറ്റണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ എങ്ങനെ മനസ്സിലാക്കുവാന്ന്. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മളെ വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മറ്റുള്ള വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഒന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്
സമയത്ത് ഇതിങ്ങനെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സജീഷ് ഗോവിന്ദൻ പറഞ്ഞൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന്. നടക്കാത്ത ഒരു കാര്യവുമില്ല. എന്തായാലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.